എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഹെയർ ബോസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, നമുക്കും ഉണ്ടാക്കാം. അപ്പോൾ നമുക്കിപ്പോൾ സെറ്റ് പാവാടയുടെ ഉടക്കെ വേണമെങ്കിൽ അതിൻ്റെ ഒരു ക്ലോത്തൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഹെയർ ബോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിൽ ഞാൻ രണ്ട് രീതിയിലുള്ള ഹെയർ ബോസാണ് കാണിക്കുന്നത്. ഒന്നിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു നല്ല നീളമുള്ള ടെയിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളതും, മറ്റേതൊരു ബട്ടർഫ്ലൈ ഇതിൻ്റെ തലയിൽ ഇരിപ്പുണ്ട് ഇടാം. ഈ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഹെയർ ബോസൊക്കെ നമുക്ക് ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഹെയർ ബോസ് ഉണ്ടല്ലോ, അതും അങ്ങനെ രണ്ട് ടൈപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു DIY കൂടെ നമുക്ക് ഈ ഒരു സീരീസിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സെറ്റ് ബോർഡയുടെയൊക്കെ ആ ഒരു തുണി കുറച്ച് എന്താ പറയുക, സെറ്റ് ബോർഡയൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ടൊരു ഹെയർ ബോ ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അതുപോലെ നമുക്ക് ഏത് ക്ലോത്തിലും, ഭംഗിയുള്ള ഏത് ക്ലോത്തിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ കാണുമല്ലോ, എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് വന്നിട്ട് കുറച്ച് കാണാൻ ഭംഗിയുള്ള ക്ലോത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഒരു ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോസ് ഒന്നും മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്കൊരു ക്ലോത്ത് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ക്ലോത്ത് എടുക്കാം. ഞാനിവിടെ ഒരു നെറ്റ് ടൈപ്പ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ഇത് 14 ഇഞ്ച് നീളത്തിലും വീതിയിലും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്ക്വയറാണ് നമുക്ക് വേണ്ടുന്നത് ആദ്യം. ഓക്കെ, എന്നിട്ട് ആദ്യം ഇതുപോലെ ഇങ്ങനെ വേർട്ടിക്കലായിട്ട് മടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രീതിയിൽ മടക്കുക, കണ്ടോ? എന്നിട്ട് ഇതിനിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വെക്കുക. എന്നിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഈ ഒരു രീതിയിൽ മടക്കുക. കണ്ടല്ലോ, സിമ്പിൾ. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ താഴത്തെ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ താഴെ നിന്നിങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് പോലെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരിക. കണ്ടോ, ഭയങ്കര ഈസിയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടോ, നല്ലൊരു രീതിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ത്രെഡ് വെച്ചിട്ട് കെട്ടി ഫിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഭയങ്കര ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ നെറ്റ് ടൈപ്പ് ക്ലോത്ത് എടുക്കാം, അല്ലെങ്കിൽ ഷിഫോണിൻ്റെ എന്തെങ്കിലും ക്ലോത്ത് എടുക്കാം, സിൽക്ക് ക്ലോത്ത് എടുക്കാം, പോളിസ്റ്റർ ക്ലോത്ത് എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പം കാണാൻ ഭംഗിയുള്ള തുണികൾ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കണ്ടില്ലേ? അപ്പം നന്നായിട്ട് ടൈറ്റായിട്ട് ഇതുപോലെ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇനി നെക്സ്റ്റ് ആ ഒരു സ്ക്വയർ പീസ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരറ്റം താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒരു ട്രയാങ്കിൾ രീതിയിലേക്ക്, ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ആക്കി എടുക്കുക. കണ്ടോ, ഭയങ്കര സിമ്പിൾ. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ താഴേന്ന് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇങ്ങനെ എടുത്തുകൊണ്ട് വരിക. കണ്ടോ, ഭയങ്കര ഈസിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോയാണിത്. കുട്ടികൾക്ക് വരെ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ടിത് നമ്മൾ ഒരു ത്രെഡ് വെച്ചിട്ട് നന്നായിട്ട് കെട്ടി ഫിക്സ് ചെയ്ത് വെക്കുക. കണ്ടില്ലേ? അപ്പോൾ നമുക്കിത് നമ്മുടെ ആ ഒരു ബോർഡർ ടെയിലാണിത്. അപ്പോൾ കുറച്ച് നീളമുള്ള ടെയിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന അളവനുസരിച്ച് ഇരിക്കും. ഇനി നമുക്കിത് രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ത്രെഡ് വെച്ച് രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കെട്ടി വയ്ക്കുക.
ഇനി നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ത്രെഡ് വെച്ചിരിക്കുന്ന ചുറ്റിയില്ലേ, അതിൻ്റെ പുറമെ ആയിട്ട് ഇതുപോലെ ഒരു സ്ട്രിപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെയിം ക്ലോത്തിൽ തന്നെ വരുന്ന തുണി എടുത്തിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു സ്ട്രിപ്പ് രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്കൊരു കുറച്ച് മാത്രം മതി. അപ്പോൾ അത് നമ്മളിപ്പോൾ ത്രെഡ് വെച്ച് ഇങ്ങനെ കെട്ടിയ ആ ഒരു ഭാഗത്തെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഒരു ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് അതിനിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ സൂചി നൂലും ഉണ്ടെങ്കിൽ അത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക, ഒട്ടിക്കുക, അത്രയേ ഉള്ളൂ. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഇപ്പോൾ കുറച്ചുകൂടെ ഒരു 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 നീറ്റായില്ലേ. ഇനി നമുക്കിതിനകത്ത് കുറച്ചുകൂടെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റോൺ ഇങ്ങനെ ഒരു ചെറിയൊരു സ്ട്രിപ്പിൽ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ സ്റ്റോണുകൾ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ഞാൻ പണ്ട് യൂസ് ചെയ്തൊരു ക്ലിപ്പ് ചെയ്ത് ഞാൻ ഇളക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നടുക്കായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഭംഗിയാവും, കുറച്ചുകൂടെ ഒരു എന്താ പറയുക, കുറച്ചുകൂടെ ഗ്രാൻഡ് ആക്കാം നമുക്ക് ഈ ഒരു ബോയെ. അപ്പോൾ ഞാനിത് സെയിം ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ക്ലിപ്പുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നല്ല എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ സാധനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്, വൈറ്റ് ബീഡ്സ്. എന്നിട്ട് അതും ഈ ഒരു ബോയുടെ ഈ ഒരു പോർഷനിലായിട്ട് ഞാനിങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ? അപ്പം ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പം ബോയ് എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. പിന്നെ ഇതിൻ്റെ അലങ്കാര പണികളൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. കണ്ടോ? ഇനി നമുക്കിത് നമ്മുടെ തലയിൽ ഫിക്സ് ചെയ്ത് വെക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്ലിപ്പ് എടുക്കാം. ഇത് നമ്മൾ പണ്ടുകാലം മുതലൊക്കെ യൂസ് ചെയ്യുന്ന ക്ലിപ്പാണ്. അപ്പോൾ അതിലുള്ള ആ ഒരു സംഭവമാണ്. അപ്പോൾ അത് പഴയത് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പഴയ ഒരു ക്ലിപ്പിൽ നിന്ന് എടുത്തതാണ്. എന്നിട്ട് അത് സെയിം ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ അതിൻ്റെ നമ്മുടെ തലയിൽ ഫിക്സ് ചെയ്യേണ്ട ആ ഒരു പോർഷനിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മുടെ ഒരു ബോ വരുന്നത്. ഭയങ്കര നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഇത് ടെയിലില്ലാത്ത ജസ്റ്റ് ഇങ്ങനെ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഒരു ബോയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ചെറിയ സ്ക്വയർ പീസസ് എടുത്തിട്ടുണ്ട്. ഇതൊരു സെറ്റ് ക്ലോത്ത് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ റൗണ്ട് പീസസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക, സ്ക്വയറും റൗണ്ടും. പിന്നെ ഒരു സ്ട്രിപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഈ ക്ലോത്തിൻ്റെ, അതായത് സ്ക്വയർ പീസസിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടേക്കണം, കാരണം നമുക്കത് അകത്തുള്ള നല്ല വശം പുറത്തേക്ക് വലിച്ചെടുക്കാനുള്ളതാണ്. സെയിം റൗണ്ടിലും ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു സ്ട്രിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, റൗണ്ടും സ്ക്വയറും എല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ആ ഗ്യാപ്പിലൂടെ നല്ല വശം പുറത്തേക്ക് ഇതുപോലെ എടുക്കുക. കണ്ടോ? പിന്നെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യാത്ത ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് അകത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് നീറ്റായിട്ട് ഒന്ന് അയൺ ചെയ്തിട്ട് എടുക്കുക. ഇത് ഒരു ചെറിയ ഒരു ബോയാണ്, ബട്ടർഫ്ലൈ ഷേപ്പിൽ വരുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വലുപ്പം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ആ ഒരു അളവിൽ അത് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. കുറച്ചുകൂടെ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ കുറച്ചുകൂടെ വലിയൊരു ബട്ടർഫ്ലൈ ഷേപ്പ് കിട്ടും. അപ്പോൾ ബട്ടർഫ്ലൈ ഷേപ്പൊക്കെ എങ്ങനെ വരുന്നെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതെ, ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ട് ആ വിടവൊക്കെ സ്റ്റിച്ച് ചെയ്ത് അത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ. എന്നിട്ട് ഇനി ആ ഒരു സ്ക്വയർ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് അതിനൊരു മൂലയിലേക്ക് നമ്മുടെ സർക്കിൾ അത് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അപ്പം ഞാനിവിടെ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൂചി നൂലും വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചൊരു എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ? ഈസി. അപ്പോൾ അതേ ഫിക്സ് ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മളെ ഒരു സർക്കിളിൻ്റെ പോർഷൻ താഴെ തൊട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് ഇങ്ങനെ കൊടുക്കുക. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് കണ്ടോ. എന്നിട്ടിത് ത്രെഡ് വെച്ചിട്ട് നന്നായിട്ട്
ഇങ്ങനെ ചുറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദേ നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ആ ഒരു നൂല് വെച്ചിട്ട് നമ്മൾ ചുറ്റിയില്ലേ, അതിൻ്റെ പുറമേ ആയിട്ട് ഒരു സ്ട്രിപ്പ് വെച്ചതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ നീറ്റായിട്ട് കിട്ടും. അപ്പോൾ അതേ കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ എടുക്കുക, ഗ്ലൂ ഗൺ വെച്ചിട്ട് അതിനെ ഒട്ടിച്ച് നന്നായിട്ട് ഫിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് അലങ്കാരപ്പണിക്കുള്ള സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻ ഇതിനകത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്യാം. അപ്പം ഞാനിവിടെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പോകുന്നത് നടുക്ക് ചെറിയൊരു മുത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ക്രീം കളറിലുള്ള ഒരു മുത്തെടുത്തിട്ട് അതിൻ്റെ പുറമേയായിട്ട്, അതായത് ഫ്രണ്ടിലായിട്ട് ആ നടുക്കിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് സാധനം വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അതും സെയിം ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഈസി, അത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് നമ്മുടെ തലയിൽ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ക്ലിപ്പ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ ടിക് ടാക് ക്ലിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ എല്ലാവരുടെ വീട്ടിലും മിക്കവാറും കാണും ടിക് ടാക് ക്ലിപ്പ്. അത് നമ്മുടെ ഒരു തലയിൽ കുത്തി വയ്ക്കേണ്ട ഒരു പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റെഡി, ഇത്രയേ ഉള്ളൂ. ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമ്മുടെ 2 ബോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ഈസി അല്ലേ ഉണ്ടാക്കാനായിട്ട്, എളുപ്പമാണ്. അപ്പം മിക്കവാറും എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതേ ആ ഒരു ടെയിൽ അറ്റാച്ച് ചെയ്തിട്ട് റെഡ് ബോ ഞാൻ തലയിൽ വെച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കൂ കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ കണ്ടല്ലോ ഹെയർ ബോസ്. അപ്പോൾ ഇതിൽ കുറച്ച് നീളമുള്ള ടെയിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു റെഡ് ഹെയർ ബോയും പിന്നെ ഒന്ന് എൻ്റെ തലയിലെ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ഹെയർ ബോ ഞാൻ ഇവിടെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഏത് രീതിയിൽ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. അതായത് ഏത് ഹെയർ സ്റ്റൈൽ, ഇപ്പം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് അത് നമുക്ക് നമ്മുടെ ഹെയറിൽ നല്ല ഭംഗിയുള്ള രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഹെയർ ബോസ് ഇതുപോലുള്ള നെറ്റ് ടൈപ്പ് ക്ലോത്ത് ഉണ്ടല്ലോ, നെറ്റ് പോലെ ഇരിക്കുന്നത്, അത് വെച്ച് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ സിൽക്ക് മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് വെച്ച് ചെയ്താലും അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ ഷിഫോൺ മെറ്റീരിയൽ, പിന്നെ ഈ പോളിസ്റ്റർ മെറ്റീരിയൽ, ഈ മെറ്റീരിയലൊക്കെ ഈ ഹെയർ ബോസ് ചെയ്താൽ നല്ല രസമായിരിക്കും. നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ 2 ഒരു രീതി കാണിച്ചതേ ഉള്ളൂ. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഒരു നമ്മുടെ ഒരു യുക്തി അനുസരിച്ച് നമുക്ക് പല രീതിയിൽ നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഈ ഒരു സ്റ്റോണും അതുപോലെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക ബീഡ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിലിപ്പോൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കാത്ത എന്തെങ്കിലും സാധനത്തിൽ ഇതുപോലത്തുള്ള എന്താ പറയുക ബീഡ്സോ അല്ലെങ്കിൽ ചെറിയ സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പറിച്ചെടുത്തിട്ട് ഇതിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഹെയർ ബോസ് വെച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നുണ്ട്. 3 ഹെയർ സ്റ്റൈൽസുകൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളത്. ഇത് മാത്രമല്ല നമുക്ക് ഒരുപാട് രീതിയിൽ ഇത് ചെയ്യാം. അപ്പോൾ ഇപ്പം വീഡിയോ ഒരുപാട് ലെങ്തി ആക്കേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ഭയങ്കര സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഹെയർ ബോ, റെഡ് ഹെയർ ബോ. അപ്പോൾ നിങ്ങൾക്കിത് ഡിഫറെൻറ്റ് നല്ല നല്ല കളേഴ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ എടുത്തിട്ടുണ്ടാക്കാവുന്നതാണ്. കാരണം അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതൊക്കെ ചെയ്തെടുക്കാം. പിന്നെ ബട്ടർഫ്ലൈ ഷേപ്പിലുള്ളത് അത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിപ്പോൾ ഞാനൊരു സെറ്റിൻ്റെ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തേക്കുന്നത്. കണ്ണിൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയൊരു മുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഈ ഒരു ടൈപ്പ് ഹെയർ ബോസ് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതുപോലത്തുള്ള നല്ല വലിയ നീളമുള്ള ടൈലുള്ള ബോസൊക്കെ നമ്മൾ വലിയവർക്ക് എല്ലാവർക്കും ഗേൾസിനും
കോളേജിൽ പോകുന്നവർക്കും ഓഫീസിൽ പോകുന്നവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പം ഞാൻ ഇതുപോലെയുള്ള DIYs നേരത്തെയും ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, കമ്മലുകൾ സ്വന്തമായിട്ട് എങ്ങനെ ഉണ്ടാക്കാം, അത് എപ്പോക്സി റെസിൻ വെച്ചിട്ടുള്ള കമ്മലുകൾ ഉണ്ടാക്കുന്നത്, ബാംഗിൾസ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ബാഗ്സ്, പിന്നെ പേഴ്സ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വരുമാന മാർഗമായിട്ട് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ആക്സസറീസ് സാധനങ്ങളും ഒക്കെ നമുക്ക് എല്ലാം ഓൺലൈനൊക്കെ മേടിക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ബിസിനസ് പോലെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും സ്വന്തമായിട്ട് ഉണ്ടാക്കി യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കും ഒക്കെ ഈ ഒരു വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.